അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം ഒരു നിലയ്ക്കൊരു ചരിത്രപരമായ ഒരു പ്രഖ്യാപനം കൂടിയാണ്. അതൊന്ന് നമുക്ക് ആദ്യം കേൾക്കാം. As of today, it will henceforth be the official policy of the United States government that there are only two genders, male and female. അപ്പോൾ ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പോളിസിയാണെന്ത്, ആകെ 2 ജെൻഡറുകൾ മാത്രമേ ഉള്ളൂ, അത് ആണും പെണ്ണും എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഒരു തമാശയായിട്ട് എനിക്ക് തോന്നിയ വെച്ചാൽ 2000 വരേക്കും അല്ല ജെൻഡറുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 2000 വരേക്കും 2, പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് 176 പിന്നെ ഇപ്പോൾ 2025 ആയപ്പോൾ പിന്നെ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫ് കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2-3 വശങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ ലീനിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. അതിലും 2 വശങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചാൽ ഇത് തീർച്ചയായും ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഇത് സംഭവിക്കുന്നു എന്നത് എന്തുകൊണ്ട് എന്നത് ചിന്തിക്കാൻ ഇത് തീർച്ചയായിട്ടും ഇത് കാരണമാവേണ്ടതുണ്ട്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഈ ജെൻഡർ പൊളിറ്റിക്സിന്റെയും അതുപോലെ തന്നെ ഈ LGBT പൊളിറ്റിക്സിന്റെ ഒക്കെ ഒരു വിളനിലമായി നിന്നു എന്ന് മാത്രമല്ല, അത് ലോകത്തേക്ക് മുഴുവൻ എക്സ്പോർട്ട് ചെയ്ത ഒരു രാജ്യം കൂടിയാണിത് ഈ അമേരിക്ക എന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തേക്കും ഫണ്ട് കൊടുത്ത് ഏതെങ്കിലും രാജ്യങ്ങൾ, ഇപ്പം പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈ LGBT പ്രൊപ്പഗണ്ട അവിടെ നടപ്പിലാക്കില്ല എന്ന നയം പല രാജ്യങ്ങളും എടുത്തപ്പോൾ അവിടേക്കുള്ള ഫണ്ടിങ്ങും അവിടേക്കുള്ള ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നിർത്തലാക്കിയ ആളുകളാണ് ആര്, ഈ 2 ജെൻഡറേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പല രാജ്യങ്ങളെയും പട്ടിണിക്കിട്ട രാജ്യമാണ് ആര്, അമേരിക്ക. അപ്പൊ അത്രയും വലിയ പ്രോജക്റ്റ് നടത്തിയ ആളുകൾ ഇന്ന് തിരിഞ്ഞു നടക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നത് 2 ജെൻഡറേ ഉള്ളൂ, അതാണ് ഒഫീഷ്യൽ പോളിസി എന്ന് പറയാം. മാത്രമല്ല ഇതിൽ വേറെ രസം എന്താ വെച്ചാൽ ഇതേ ഡൊണാൾഡ് ട്രംപ് തന്നെ കഴിഞ്ഞ ഇലക്ഷൻ പ്രചാരണ കാലത്ത് LGBTs ഫോർ ട്രംപ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫ്ലാഗ് പിടിച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേ അദ്ദേഹത്തിന് ചില വിഷയങ്ങളിൽ ഇതിനോട് ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്നും LGBTക്കൊക്കെ അനുകൂലമൊക്കെ തന്നെ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ മയപ്പെടുത്തി പോകുമായിരുന്നു. ഇപ്പോഴാണ് പെട്ടെന്ന് ഇത് കുറച്ച് കാലമായിട്ട് വലിയ രൂപത്തിൽ അതിനെതിരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു സൊസൈറ്റി ഇത്തരത്തിലുള്ള ഒരു ആശയം നടപ്പിലാക്കി അതിൻ്റെ എല്ലാ എക്സ്ട്രീമുകളിലേക്കും എത്തിയതിനു ശേഷം തിരിഞ്ഞു നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നതാണ് മനസ്സിലാക്കുന്നത്.